ഇതാണ് ഔവ്വയാർ അമ്മൻ ക്ഷേത്രം. പക്ഷേ നമ്മൾ മലയാളികൾക്കിത് കൊഴുക്കട്ട അമ്മൻ ക്ഷേത്രമാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു അല്ലേ? കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഉത്സവവും പൊങ്കാലയും നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. കർക്കിടക മാസത്തിലെ ചൊവ്വ വെള്ളി ദിവസങ്ങൾ വളരെ പ്രധാനമാണ് ഇവിടെ. അതുപോലെ തന്നെ ആടിച്ചൊവ്വയും. കർക്കിടക മാസത്തിലൊഴികെ എല്ലാ ദിവസവും 9 മണിക്ക് നട തുറക്കുന്ന ഈ ക്ഷേത്രം നമുക്കൊരു അത്ഭുതമായി തോന്നാം. ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഫെബ്രുവരിയിലാണ്. കർക്കിടകത്തിൽ വരാൻ സാധിക്കാത്തവർക്ക് വർഷത്തിൽ ഏത് ദിവസവും ഇവിടെ വന്ന് പൊങ്കാല നേർച്ച തീർക്കാനുള്ള അവസരവുമുണ്ട്. ഈ ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം തൊഴേണ്ടത് പിള്ളയാരെയാണ്. ക്ഷേത്രത്തിന് എതിർവശത്തായാണ് പിള്ളയാരുടെ പ്രതിഷ്ഠ. പൊങ്കാല ഇടുന്നവർ അരിയും തേങ്ങയും ചേർത്ത് ഉപ്പ് ചേർക്കാതെയുള്ള കൊഴുക്കട്ടയാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അതിനുശേഷം അരിയും തേങ്ങയും ശർക്കരയും ചേർത്തുള്ള കൊഴുക്കട്ടയും തയ്യാറാക്കണം. ബാക്കി വരുന്ന കൊഴുക്കട്ട ഉള്ളത് നമുക്ക് യഥേഷ്ടം അരിപ്പൊടിയോ അരിയോ ചേർത്തുള്ള പായസവും തയ്യാറാക്കാം. ഞങ്ങളിവിടെ വന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുകയായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ ആരാണോ പൊങ്കാല ഇടുന്നത് അവർ തന്നെ പൊങ്കാല നേദിക്കുകയും വേണം. കുങ്കുമമെടുത്ത് കുഴച്ച് ചുമരിൽ വേൽ വരച്ച് കർപ്പൂരാരതി ഒഴിഞ്ഞാണ് പൊങ്കാല നേദിക്കേണ്ടത്. ഇത് ക്ഷേത്രത്തിന് പിറകുവശത്തുള്ള കുളമാണ്. ഇതിനടുത്തായി ഒരു ഞാവൽ മരമുണ്ട്. ഈ ഞാവൽ മരത്തിലിരുന്നാണ് മുരുകൻ ഔവ്വയാറമ്മയോട് ചുട്ട പഴം വേണോ ചുടാത്ത പഴം വേണോ എന്നുള്ള ചോദ്യം ചോദിച്ചത്. നട്ടുച്ചയ്ക്ക് പോലും ഒരു രക്ഷയുമില്ലാത്ത കാറ്റാണിവിടെ. നല്ല വൈബാണിവിടെ. ഇവിടെ കുളിക്കാനും നീന്തലിനുമൊക്കെ ഒരുപാട് പേരെത്തുന്നുണ്ട്. ആ മല കണ്ടോ? അതിന് മുകളിലായി ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്. പക്ഷേ നട അടച്ചത് കാരണം ഞങ്ങൾക്ക് അവിടേക്ക് പോകാനായില്ല. മലയ്ക്ക് മുകളിൽ ആ മുരുകൻ ക്ഷേത്രത്തിൽ വർഷത്തിലൊരു ദിവസം ദേവതകൾ വന്ന് പൂജ ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. അടുത്ത വരവിലാകട്ടെ നമുക്ക് അവിടെയും സന്ദർശിക്കാം.